ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രണ്ട് ഓപ്പൺ പ്ലീറ്റഡ് നൈറ്റിയാണ്. സൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാരെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുണി 4ആയിട്ടൊന്ന് മടക്കിയിടാം. ഇപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ മടക്ക് വരുന്ന ഭാഗം നമ്മുടെ വശത്തേക്കാണ് വരുന്നത്. ഇങ്ങനെ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ ആ സൈഡിലേക്കാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4ആയിട്ട് നമ്മൾ തുണി ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട്. 3 മീറ്റർ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അളവുകൾ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ വന്നിട്ട് നമ്മൾ 8 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 8 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. അതുപോലെ യോക്ക് നമ്മൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത് എനിക്ക് വേണ്ടത് 7 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 8 ഇഞ്ചാണ് ഞാൻ സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. 8 ഇഞ്ച് സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്തു. സ്ലീവ് ഓപ്പൺ വന്നിട്ട് 7 ഇഞ്ച്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ലെങ്ത്, ഇപ്പം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ വരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു 8 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് ആം ഹോൾ കുഴിയും കൂടെ മാർക്ക് ചെയ്യാം. മൂന്നര ഇഞ്ച് ആം ഹോൾ കുഴി നമ്മളിവിടെ മാർക്ക് ചെയ്ത്, ഈ ആം ഹോൾ കുഴി മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ആം ഹോൾ കുഴി മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. കണ്ടില്ലേ? ഇനി നമുക്കിതിനെ ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്ലീവ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ സീം അലവൻസോട് ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. സ്ലീവ് ഓപ്പൺ എനിക്ക് 6.5 ആയിരുന്നു വേണ്ടത്, 7 എടുത്തിട്ടുണ്ട്. ഇവിടെ ആം ഹോൾ കുഴി നമുക്ക് വേണ്ടത് 8.5 ആയിരുന്നു, 9 എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് താഴത്തേക്ക് 8.5 ഇഞ്ചും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ഫുള്ള് സ്ലീവാണ്. ഇത് ഇത്രയും സ്ലീവിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ ബോഡിയെന്നുള്ള ആം ഹോളിൻ്റെ ഇതൊന്നും അല്ല ഇത്. അത് നിങ്ങൾ അതിലാണെന്ന് വിചാരിക്കരുത്. ഇത് സ്ലീവാണ്. നമ്മളിപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് 8.5 ഇഞ്ച് നമ്മൾ ഇപ്പോഴാണ് ആം ഹോൾ ബോഡിയിലെ മാർക്ക് ചെയ്തത്. ഇനി ഷോൾഡർ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന 8 ഇഞ്ച് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും വേണം. അത് കറക്റ്റായിട്ട് 8 ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന് നമുക്ക് ഇവിടെ കൂടെ ഒന്ന് നോക്കാം. ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റ് നമുക്ക് 8 ഇഞ്ച്. ഇത്രയും ഒരു സൈഡിൽ നമുക്ക് ഫുള്ള് ഒരേ വലുപ്പത്തിലായിരിക്കണം തുണി കിട്ടേണ്ടത്. കറക്റ്റാണേ. നമുക്ക് ഇതിനെ ഒന്ന് ചേർത്ത് വരയ്ക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മൾ യോക്ക് 10 ഇഞ്ചായിരുന്നു നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇവിടേക്ക് ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പത്തര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. യോക്കിൻ്റെ ഭാഗം 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ ഇവിടെ നമ്മളൊരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, ആ 3.5 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഈ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഈ 3.5 ഇഞ്ച് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു.
3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. നമുക്ക് ഈ ഇത്രയും ഭാഗം ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇവിടെ വരേണ്ട കാര്യമില്ല. കാരണം ഈ ബാക്കിയുള്ള ഭാഗത്തെല്ലാം നമ്മൾ പ്ലീറ്റ് ഇട്ട് പോകും. ഇതാണ് നമ്മുടെ കൈക്കുഴി. ഈ കൈക്കുഴിയുടെ ഷേപ്പ് ഇവിടെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഓപ്പൺ വന്നിരിക്കുന്ന ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മളൊരു 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. ഈ യോക്കിൻ്റെ അവിടുന്ന് ഈ ആംഹോളിൻ്റെ അവിടത്തേക്ക് നമുക്കൊന്ന് ചരിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ വരച്ചു. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമാണ് അങ്ങോട്ട് വരയ്ക്കണ്ടേ. ഇവിടേക്ക് നമ്മുടെ ആംഹോളിൻ്റെ ഇവിടെ നമ്മളിപ്പോൾ ഒരു വര വരച്ചിട്ടില്ലേ, അവിടേക്ക് നമുക്ക് ഇതുപോലെ ചരിച്ച് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 10.5 മാർക്ക് ചെയ്തില്ലേ, ആ 10.5 ഈ ആംഹോളിൻ്റെ അവിടേക്ക് നമ്മൾ ഇവിടുത്തെ ഈ 3.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വരച്ചിട്ടില്ലേ, ഈ വലിയ ലൈൻ, ആ ലൈനും കൂടെ ഒന്ന് ഇതുപോലെ ചേർത്ത് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്ലീവ്, ഇതാണ് നമ്മുടെ യോക്ക്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തത് നമ്മുടെ ഈ സ്ലീവിൻ്റെ ഇവിടുത്തെയാണ്. അത് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ആംഹോൾ കുഴി സ്ലീവിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ബോഡിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്ലീവ് ഇതിൽ വരുന്നത്. ബാക്കി അത് നമ്മുടെ തുണിയൊക്കെ നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് യോക്കിന് നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ തുണി കറക്റ്റായിട്ട് ഒത്തിരി തുണി ഇതിന് കിട്ടത്തില്ല. കാരണം നമ്മൾ പ്ലീറ്റഡ് നൈറ്റി ഇടുമ്പോൾ ഫുള്ള് നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് തുണി കറക്റ്റ് തുണിയേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിന് നെക്കിന് ക്രോസ് പീസ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുണി നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നിടത്തുനിന്ന് തന്നെ എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നോക്കുവാണേ. ഇതുപോലെ നൂത്തിട്ടിട്ട് ഇതിനെ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ അങ്ങ് മടക്കി. ഇപ്പോൾ ഇത് രണ്ടായിട്ടേ മടക്കിയിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ രണ്ടായിട്ട് ഇതിനെ അങ്ങ് മടക്കിയിട്ടു. ഇപ്പം ഇവിടെ ആയിരുന്നു നമ്മുടെ ഷോൾഡർ വന്നിട്ടുള്ള നമ്മളിവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ഒരു മടക്കുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് മടക്കി നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റ് ഭാഗങ്ങൾ വെച്ചിട്ട് മടക്കിയിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം അളവുകൾ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൻ ഫ്രണ്ട് നെക്ക് വെട്ടുമ്പോൾ 2 ചെറിയ പീസായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടത്തുള്ളൂ. അതിൽ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാനും പറ്റത്തില്ല. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. അപ്പം നമുക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടിയത് 3 ഇഞ്ചാണ്. അപ്പം നമുക്ക് നെക്ക് വിഡ്ത്ത് ഇവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്തേക്കുന്ന സെൻറ്ററിലേക്ക് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. കണ്ടില്ലേ, 3 ഇഞ്ച് മാർക്ക് ചെയ്തു, നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു.
അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. ഞാനിപ്പം ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു. ശ്രദ്ധിക്കണം, നമ്മൾ ഈ വരച്ചിരിക്കുന്ന വരയിൽ നിന്ന് വേണം ലെന്ത് മാർക്ക് ചെയ്യാൻ. എന്താ കണ്ടില്ല, ഇങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ, അല്ലാതെ ഇതിങ്ങനെ കയറ്റി ഒന്നും വെച്ചിട്ട് മാർക്ക് ചെയ്യരുത് കേട്ടോ. ഫ്രണ്ട് നെക്ക് വന്നിട്ട് 5.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ച് ഫ്രണ്ടും കൂടെ മാർക്ക് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. ബാക്കും മാർക്ക് ചെയ്തു, ഫ്രണ്ടും മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന മാർക്കിങ് രണ്ടും ഉണ്ടല്ലോ, ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ, ഇത് രണ്ടും കൂടെ നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ അങ്ങ് മടക്കാം. ഇപ്പം നമ്മൾ തുണി 4ആയിട്ടായി മടക്കേ. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തതാ ഇതുപോലെ പിടിച്ച്, രണ്ട് സൈഡും ഒരുപോലെ ആയിരിക്കണം. ഫ്രണ്ടിൻ്റെ മാർക്കിങ്ങും ബാക്കിൻ്റെ മാർക്കിങ്ങും കറക്റ്റായിട്ടാക്കി ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിടാം. കണ്ടില്ലേ? ഇതിനെ ഇപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചായിരുന്നു. ഇതാ കണ്ടില്ലേ, 3 ഇഞ്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് 3 ഇഞ്ച് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് താഴ്വശത്തെ വിഡ്ത്ത് മാറ്റം വരുത്താം. പിന്നെ ബാക്കിൽ റൗണ്ടും ഫ്രണ്ടിൽ ചതുരവുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ മടക്കിയിടണ്ട. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇവിടെ 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഈ 3 ഇഞ്ച് തന്നെയാണ് ഈ മുകളിലോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വരച്ചു. കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ റൗണ്ടാക്കി ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം നമുക്ക് ഫ്രണ്ടും കിട്ടി, ബാക്കും കിട്ടി. ഇത്രയും തുണി കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനും പറ്റും. നമുക്ക് ക്രോസ് പീസ് വെട്ടാനുള്ള തുണിയും നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. കണ്ടില്ലേ? അല്ലാതെ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇത് 2 കഷ്ണമായിട്ട് ചെറിയ 2 പീസായിട്ട് നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് ചതുരക്കഴുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഴുത്താണ് വേണ്ടത്, ബാക്ക് വട്ടക്കഴുത്തോ വേണ്ടത്. ഇപ്പോൾ രണ്ടും 2 കഴുത്ത് വേണ്ടിയെങ്കിൽ, ഫ്രണ്ടിലും ബാക്കിലും 2 സൈസിലുള്ള കഴുത്താണ് നിങ്ങൾക്ക് വേണ്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ 2ആയിട്ട് മടക്കിയിടുക. വിഡ്ത്ത് കറക്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഫ്രണ്ടിൽ ഏത് നെക്കാണോ വേണ്ടത് ആ നെക്ക് ഫ്രണ്ടിൽ വരച്ചു കൊടുക്കുക. ബാക്കിൽ ഏത് നെക്കാണോ വേണ്ടത് ആ നെക്ക് ബാക്കിലും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ തുണി ഇട്ടേക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. ഇതിനെ ഒന്നും കൂടെ ഇതുപോലെ നമ്മളിപ്പോൾ ഇതിന് മടക്കി കട്ട് ചെയ്തില്ലേ, അതുപോലെ ഒന്നും കൂടെ മടക്കി കട്ട് ചെയ്യേണ്ട. ഇതിനെ ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇപ്പോൾ ചതുരം വേണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചതുരം വെട്ടി ഇങ്ങനെ എടുക്കുക. ഇവിടെ റൗണ്ട് ആണെങ്കിൽ റൗണ്ട് വെട്ടിയെടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗത്തെ തുണി നമുക്ക് കട്ടിങ് പോകാതെ ഇതുപോലെ ഒരു ഒറ്റ പീസായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, റൗണ്ടാണ് 2ഇടത്തും വേണ്ടിയെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതിപ്പം റൗണ്ട് കഴുത്ത് 2ഇടത്തും വരുമ്പോൾ 2 കഴുത്തും വരയ്ക്കുന്ന ഒരേ ഷേപ്പ് കിട്ടാനാണ് രണ്ടും കൂടെ ഒരുമിച്ച് മടക്കിയിട്ടിട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ബിഗിനേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ 2 കഴുത്തിനും 2 വ്യത്യാസത്തിലാണ് വരയ്ക്കുന്നതെങ്കിൽ അത് തെറ്റിപ്പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ മടക്കി കാണിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ ഫുള്ള് നൈറ്റി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്തപ്പം ഇതുപോലെ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കളയരുത്. ഇത് നമുക്ക് സിബ് വയ്ക്കാൻ നേരത്ത് വേണം. ഫ്രണ്ട് ഓപ്പൺ വയ്ക്കുമ്പോൾ നമുക്കിത് വേണം. ഫ്രണ്ട് ഓപ്പൺ വയ്ക്കാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്കിത് മാറ്റാം. അല്ലാത്തവർ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നവർ ഇത് കളയാതെ എടുക്കണം. കാരണം വേറെ തുണിയൊന്നും നമുക്കിതിൽ നിന്ന് കിട്ടാനില്ല. അപ്പോൾ ഇതും കൂടെ നമ്മൾ റെഡിയായിട്ട്
സൂക്ഷിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കട്ടിങ് വീഡിയോ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. സ്റ്റിച്ചിങ്ങുമായിട്ട് നാളെ വരാം. കൂട്ടുകാരെല്ലാവരും വീഡിയോയുടെ അഭിപ്രായങ്ങൾ പറയണം, മനസ്സിലായോ ഇല്ലയോ എന്ന് പറയണം. നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാവരും ഫോട്ടോസ് വാട്സപ്പിൽ അയച്ചു തരണം. അപ്പോൾ നാളെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.